പ്രമുഖ നടൻ കൃഷ്ണകുമാറിന്റെ മകളും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറുമായ ദിയ കൃഷ്ണയുടെ ഉടമസ്ഥതയിലുള്ള OBY എന്ന സ്ഥാപനത്തിൽ നടന്ന സാമ്പത്തിക തട്ടിപ്പ് കേവലം ഒരു തട്ടിപ്പിൽ ഒതുങ്ങുന്നില്ല. വിശ്വാസവഞ്ചനയും സൈബർ കുറ്റകൃത്യങ്ങളും നിയമ പോരാട്ടങ്ങളും ഒരുപോലെ ഇഴചേർന്ന് നിൽക്കുന്ന ഈ സംഭവം ബിസിനസ് ലോകത്തെ യുവ സംരംഭകർക്ക് വലിയൊരു മുന്നറിയിപ്പാണ് നൽകുന്നത്. സ്ഥാപനത്തിലെ വിശ്വസ്തരായ ജീവനക്കാർ തന്നെ തട്ടിപ്പ് നടത്തിയെന്ന ഞെട്ടിക്കുന്ന സത്യം പുറത്തു വന്നത് ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിലൂടെയാണ്. ദിയ കൃഷ്ണയുടെ പരാതി അനുസരിച്ച് സ്ഥാപനത്തിലെ 3 ജീവനക്കാരായ ദിവ്യ, രാധാകുമാരി, വിനീത എന്നിവർ ചേർന്നാണ് 69 ലക്ഷം രൂപ തട്ടിയെടുത്തത്. തട്ടിപ്പിന് ഇവർ ഉപയോഗിച്ചത് അതിവിദഗ്ധമായ ഒരു മാർഗമായിരുന്നു. ഉപഭോക്താക്കൾ പണം അടയ്ക്കുന്നതിന് ഉപയോഗിക്കുന്ന QR കോഡ് രഹസ്യമായി മാറ്റി സ്ഥാപിച്ചു. ഇതുവഴി സ്ഥാപനത്തിന്റെ അക്കൗണ്ടിലേക്ക് എത്തേണ്ട പണം തങ്ങളുടെ വ്യക്തിപരമായ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് മാറ്റിയെടുത്തു. ഒരു ദിവസം 2 ലക്ഷം രൂപ വരെ ഇവർ ഈ രീതിയിൽ തട്ടിയെടുത്തതായി പ്രാഥമിക അന്വേഷണത്തിൽ തന്നെ കണ്ടെത്തിയിരുന്നു. ചെറിയ ശമ്പളമുള്ള ഈ ജീവനക്കാരുടെ അക്കൗണ്ടുകളിലേക്ക് ഇത്രയും വലിയ തുകകൾ എത്തിയപ്പോൾ തന്നെ സംശയങ്ങൾ ഉടലെടുത്തിരുന്നു. തട്ടിപ്പ് പുറത്തായപ്പോൾ പ്രതികൾ രക്ഷപ്പെടാൻ ഒരു കൗശലപരമായ വാദവും മുന്നോട്ട് വെച്ചു. സ്ഥാപനത്തിന്റെ ഉടമയായ ദിയ കൃഷ്ണയുടെ നിർദ്ദേശപ്രകാരമാണ് തങ്ങൾ മാറ്റിവെച്ചതെന്നായിരുന്നു അവരുടെ വാദം.